നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ച സംഭവം വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇതിനെതിരെ, അതായത് സെൻസർ ബോർഡിന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് സിനിമാ സംഘടനകൾ. ഇനി ഹൈക്കോടതിയുടെ ഇടപെടലിലാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ. പ്രദർശനാനുമതി നിഷേധിച്ച കേന്ദ്ര സെൻസർ ബോർഡിന്റെ നടപടിക്കെതിരെ സിനിമാ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച CBFCയുടെ തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് ധർണ നടത്തും. CBFC മാനദണ്ഡങ്ങളും മാർഗരേഖകളും വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകാനും തീരുമാനമുണ്ട്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളുടെയും അംഗങ്ങൾ പ്രതിഷേധത്തിൽ പങ്കെടുക്കും. ജാനകി സിനിമയെ സംബന്ധിച്ച കാര്യമായി മാത്രം ഇതിനെ കാണാൻ കഴിയില്ലെന്ന് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ പ്രസിഡന്റ് രഞ്ജി പണിക്കർ വ്യക്തമാക്കി. ചിലപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നിർമ്മാതാക്കൾക്കോ അതിൻ്റെ സാങ്കേതിക പ്രവർത്തകർക്കോ ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ അവർ നിർബന്ധിതരാകുന്ന സാഹചര്യം ഉണ്ടായേക്കാം. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഒരു തവണ ഉണ്ടായാൽ ഒരു സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സിനിമയുടെ റിലീസിനെ സംബന്ധിച്ച ഒരു കാലാവധിയെ സംബന്ധിച്ച ആശങ്കയും സമ്മർദ്ദവും ഒരു വഴങ്ങിക്കൊടുക്കലിന് വഴിയൊരുക്കുകയാണെങ്കിൽ നാളെ ഇതിനേക്കാൾ ഭീകരമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് സിനിമയിൽ സംവിധായക സംഘടന അടക്കം, ഫെഫ്കയിലെ മറ്റ് അംഗസംഘടനകളടക്കം, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടക്കം, അമ്മ സംഘടന അടക്കമുള്ള ആളുകൾ അണിനിരന്നുകൊണ്ട് സംയുക്തമായി ഇങ്ങനെയൊരു സമരപരിപാടി ആവിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് അവസാനിക്കുന്ന ഒരു സമരപരിപാടിയാകും എന്ന് പ്രതീക്ഷിക്കാൻ വഴിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സാഹചര്യങ്ങളിൽ പ്രതീക്ഷയ്ക്ക് വകയുള്ളത് ബഹുമാനപ്പെട്ട കോടതിയുടെ ശക്തമായ ഒരു നിലപാട്, നിയമം അനുവദിക്കുന്ന സ്വാതന്ത്ര്യം എല്ലാ സർഗാത്മക പ്രവർത്തികൾക്കും ലഭ്യമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് തീർച്ചയായും വളരെ വ്യക്തമായ തീരുമാനം കോടതിയിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുകയാണ്. അത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വളരെ റാൻഡമായിട്ട്, വളരെ ആർബിട്രറി ആയിട്ട് നടത്തുന്ന ഒരു സർട്ടിഫിക്കേഷൻ പ്രോസസ്സിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. ആ പ്രതിഷേധം ഞങ്ങൾ തുടങ്ങി വയ്ക്കുന്നത് ഈ തുടർ ചർച്ചകളിലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലും ഞങ്ങൾക്കുള്ള ഉത്തമ വിശ്വാസം കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. കാരണം നാളെ ഒരു ഫിലിം മേക്കറിനും ഇങ്ങനൊരു ദുരവസ്ഥ വരരുത് എന്നുള്ളതാണ്. നിങ്ങൾ പ്രസിഡൻസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമുക്കറിയാം, നമുക്ക് പട്ടാളം ജാനകി ഇവിടെ ഉണ്ടായിട്ടുണ്ട്, സീതാ കല്യാണം ഇവിടെ ഉണ്ടായിട്ടുണ്ട്, എന്ന് സ്വന്തം ജാനകിക്കുട്ടി ഉണ്ടായിട്ടുണ്ട്, അനവധി സിനിമകൾ, ജാനകി എന്ന കഥാപാത്രമുള്ള എത്ര സിനിമകൾ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ആ സാമൂഹിക ചരിത്ര സന്ദർഭത്തിൽ നിന്നും ഇന്നിനെന്താണ് വ്യത്യാസം? അന്നത് പ്രശ്നമില്ല, ഇന്നത് പ്രശ്നമുണ്ടാകും എന്നു പറയുന്നിടത്തല്ലേ യഥാർത്ഥ പ്രശ്നം. ആ പ്രശ്നത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ കരുതുന്നു. അതേസമയം നിർമ്മാതാക്കളുടെ ഹർജി ഹൈക്കോടതി ഇപ്പോൾ പരിഗണിക്കുകയാണ്. റിവ്യൂ കമ്മിറ്റി തീരുമാനം കേസ് പരിഗണിക്കുമ്പോൾ അറിയിക്കണമെന്ന് സെൻസർ ബോർഡിനോട് കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ജാനകി എന്ന പേര് പൊതുവായി എവിടെയും ഉപയോഗിക്കുന്നതാണല്ലോ എന്നാണ് കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. മതപരമായ രൂപത്തിൽ പേരിടുന്നത് കാരണം മാറ്റാൻ നിർദ്ദേശിച്ചു എന്നാണ് സെൻസർ ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. നവമിയും, സെൻസർ ബോർഡ് ഈ സിനിമയുടെ പേര് മാറ്റണം, അതിലെ 90ഓളം ഭാഗങ്ങളിൽ ജാനകി എന്ന പേര് ഉപയോഗിക്കുന്നുണ്ട്, അത് മാറ്റണമെന്ന കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇന്നലെ തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് നൽകിയതാണ്. ഇനി ഹൈക്കോടതിയിൽ മാത്രമാണ് ഇവരുടെ പ്രതീക്ഷ. കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന പല ചോദ്യങ്ങളും അത് പ്രസക്തമാണ്. അതായത് ജാനകി ഒരു പൊതുവായ പേരല്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ കോടതിയിൽ സംഭവിക്കുന്നത്? എന്തായാലും ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് ചെറിയ ഒരു ആശ്വാസം നൽകുന്ന, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നൽകുന്ന ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജാനകി എന്ന പേരിന് പകരം മറ്റേതെങ്കിലും പേര് വെച്ചാൽ കുഴപ്പമില്ലെന്നാണോ പറയുന്നതെന്നാണ് സെൻസർ ബോർഡിനോട് കോടതി ചോദിച്ചിരിക്കുന്നത്. സമാന രൂപത്തിൽ പല പേരുകളുള്ള സിനിമയുണ്ടല്ലോ, അതായത് ജാനകി എന്ന പേരിൽ മറ്റു ചില സിനിമകളും ഒക്കെ ഉണ്ടല്ലോ, ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പമെന്നും കോടതി ചോദിച്ചിരിക്കുകയാണ്. ഒപ്പം ഈ അണിയറ പ്രവർത്തകർ എന്തുകൊണ്ടാണ് ഈ ജാനകി എന്ന പേര് മാറ്റണമെന്ന ഈ ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അതിന് എന്തുകൊണ്ടാണ് നിർമ്മാതാക്കളുടെ ചോദ്യത്തിന് എന്തുകൊണ്ടാണ്
എന്തുകൊണ്ടാണ് സെൻസർ ബോർഡ് മറുപടി നൽകാത്തതെന്നുകൂടി കോടതി ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം ഈ സെൻസർ ബോർഡ് നൽകുന്ന വിശദീകരണം സ്ത്രീകൾക്കെതിരായിട്ടുള്ള പ്രശ്നവും ഇതിൽ പറയുന്നുണ്ട്. മതപരമായിട്ടുള്ള രൂപത്തിൽ പേരിടുന്നത് കാരണമാണ്. ഈ ജാനകി എന്നത് സീതാദേവിയുടെ മറ്റൊരു നാമമാണ്. അതുകൊണ്ടാണ് ഈ സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന കാര്യം പറഞ്ഞത്. അതിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ദൈവത്തിനെ ഇവിടെ ഒരു വിക്ടിമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ചിത്രീകരിക്കുന്ന ഒരു സിനിമ അത് അവതരിപ്പിക്കേണ്ട എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് റിവൈസിംഗ് കമ്മിറ്റി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്താണ് റിവൈസിംഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതെന്നാണ് ഹർജിക്കാരനോട് കോടതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ എന്താകും? കോടതി ഇതിലൊരു അന്തിമ തീരുമാനം പറയുക എന്നത് കാത്തിരിക്കുകയാണ്. ഈ കോടതിയുടെ ഇപ്പോഴത്തെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഈ ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പം, മറ്റേതെങ്കിലും പേര് ഇട്ട് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് കുഴപ്പമില്ലെന്നാണോ, അങ്ങനെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. എന്തായാലും സെൻസർ ബോർഡിന് മറുപടി പറയാൻ കഴിയാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുമൊക്കെ വരുന്നുണ്ട്. അത് സിനിമ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. നേരത്തെ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലും പറഞ്ഞത് ഇപ്പോഴും ഈ അണിയറ പ്രവർത്തകർക്ക് എന്തുകൊണ്ടാണ് ഈ സിനിമയുടെ പേര് മാറ്റണം എന്നതിലൊരു രേഖാമൂലമായിട്ടുള്ള ഒരു ഉത്തരം അല്ലെങ്കിൽ രേഖാമൂലം ഇതിന്റെ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ സിനിമയുടെ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നതിൽ കത്ത് പോലും ഇപ്പോഴും അണിയറ പ്രവർത്തകർക്ക് നൽകിയിട്ടില്ല എന്നത് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അത് കോടതി വീണ്ടും ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടിട്ടും ഈ കാരണം കാണിക്കൽ നോട്ടീസ് നൽകാത്തത് എന്തുകൊണ്ടാണെന്ന് കോടതി ഇപ്പോൾ സെൻസർ ബോർഡിനോട് ചോദിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഈ ഒരു കോടതിയുടെ ഈ ഒരു ഇടപെടലിൽ വലിയ പ്രതീക്ഷയോടെയാണ് സിനിമാ പ്രവർത്തകർ ഒന്നടങ്കം കാത്തിരിക്കുന്നത്. കാരണം ഇത് രഞ്ജി പണിക്കർ പറഞ്ഞതുപോലെ ഇതൊരു സിനിമയുടെ മാത്രം കാര്യമല്ല, ജാനകി എന്നൊരു സിനിമയുടെ കാര്യമല്ല, മറ്റ് സിനിമകൾക്ക് വരാനിരിക്കുന്ന ചില സിനിമകളുടെ തിരക്കഥാകൃത്തുക്കളായിക്കോട്ടെ സംവിധായകരായിക്കോട്ടെ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. നിരന്തരം ബി ഉണ്ണികൃഷ്ണനെയും രഞ്ജി പണിക്കരെയും ഒക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്താണ് ഇനി സിനിമ എടുക്കുക? പേരാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ചരിത്രം പറയുന്നതാണോ? എന്തിനാണ് മാറ്റം വരുത്തേണ്ടതെന്നൊരു ആശങ്ക സിനിമാ പ്രവർത്തകർക്കിടയിൽ വന്നു കഴിഞ്ഞു എന്ന് കൂടി പറയുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു മാർഗനിർദ്ദേശവും അല്ലെങ്കിൽ തീർച്ചയായും നവമി, കോടതി അല്പസമയം മുമ്പ് ചോദിച്ച ചോദ്യവും സെൻസർ ബോർഡിന് ചോദിച്ച ചോദ്യവും ഇത് തന്നെയാണ്. ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പം? സമാന രൂപത്തിൽ പല പേരുകളിലും സിനിമയുണ്ടല്ലോ. നേരത്തെ ബി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതാണ്. ഇന്ന് സ്വന്തം ജാനകിക്കുട്ടി, സീതാ കല്യാണം, അത്തരം പല സിനിമകൾ ഇതിനു മുൻപ് മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത വിവാദം, അന്നൊന്നുമില്ലാത്ത നിയന്ത്രണങ്ങൾ, പ്രദർശന അനുമതി നിഷേധിക്കൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്? ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെ ഇനി സ്വാഭാവികമായിട്ട് സിനിമാ സംഘടനകളുടെ ആശങ്ക അതുതന്നെയാണ്. ഇത്തരം പേരിടുമ്പോൾ, ഒരു കഥാപാത്രത്തിന് പേര് നൽകുമ്പോൾ എന്തൊക്കെ നോക്കണം? കാരണം ഇത് ഒരു മതവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ദൈവങ്ങളുടെ പേരോ, സാധാരണ ജാനകി നമ്മളൊക്കെ മലയാളികൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പേരാണ്. നിരവധി ആളുകൾക്ക് ആ പേരുണ്ട്. അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു ചോദ്യം തന്നെയാണ് ഇവിടെ ഉയർന്നു വരുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും ഹർജി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. റിവൈസിംഗ് കമ്മിറ്റിയുടെ തീരുമാനമടങ്ങിയ ഉത്തരവ് ഹാജരാക്കാൻ സെൻസർ ബോർഡിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച തന്നെ സെൻസർ ബോർഡിന് റിവൈസിംഗ് കമ്മിറ്റിയുടെ തീരുമാനം, ഇന്നലെ സിനിമ കണ്ടതിനു ശേഷം എന്ത് തീരുമാനമാണോ റിവൈസിംഗ് കമ്മിറ്റി എടുത്തത് അല്ലെങ്കിൽ എന്ത് തീരുമാനത്തിലാണോ ഉറച്ചു നിൽക്കുന്നത്, അത് രേഖാമൂലം തന്നെ കോടതിയെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച വീണ്ടും ഈ ഹർജി പരിഗണിക്കുകയും ചെയ്യും. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇന്ന് തിയേറ്ററുകളിൽ എത്തേണ്ട സിനിമയായിരുന്നു. പക്ഷേ ഈ ജാനകി എന്ന പേര് അതാണ് ഈ സെൻസർ ബോർഡിനെ ചൊടിപ്പിച്ചത്. അത് സീതാദേവിയുടെ മറ്റൊരു നാമമാണ്. ആ രീതിയിലേക്ക് ഒരു സിനിമ ഇറക്കാൻ കഴിയില്ല എന്ന് കർശന നിർദ്ദേശം നൽകി. ഇന്നലെ റിവൈസിംഗ് കമ്മിറ്റി ഈ സിനിമ കണ്ടിട്ട് പോലും ആ ഒരു ഉത്തരവിൽ അല്ലെങ്കിൽ അവരുടെ ഒരു നിർദ്ദേശത്തിൽ ഒരയവും ഉണ്ടായിരുന്നില്ല. മറ്റൊരു കാര്യം ഈ സെൻസർ ബോർഡ് പറയുന്നത്, ഇതിനു മുൻപ് ഇറങ്ങിയ ചിത്രം, അതായത് എമ്പുരാൻ സിനിമ ഇറങ്ങി അത് സെൻസർ ബോർഡ് അനുമതി നൽകിയതിന് ശേഷം ഇറക്കിയ സിനിമയാണ്. അതിൽ പോലും പിന്നീട് വലിയ വിവാദം ഉണ്ടാകുകയും സെൻസർ ബോർഡിനെ ഒരു പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലേക്കൊക്കെ അത് പോവുകയും ചെയ്തു. അതിന്റെ ഒരു ഭയം എന്തായാലും സെൻസർ ബോർഡിൽ ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ ജാനകി എന്ന പേരിൽ ഇത്രയും വലിയ ഒരു കുഴപ്പം ഉണ്ടായിരിക്കുകയും സിനിമ പുറത്തിറക്കാൻ കഴിയാത്ത തരത്തിലേക്ക് സെൻസർ ബോർഡിന്റെ നീക്കം പോവുകയും ചെയ്തിരിക്കുന്നത്.
എന്തായാലും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആശങ്കയിലാണ്, വലിയ സാമ്പത്തിക നഷ്ടത്തിലാണ് ഇപ്പോൾ തന്നെ സിനിമ. കാരണം പറഞ്ഞ തീയതിയിൽ ഇറക്കാൻ കഴിഞ്ഞില്ല. ഇതിന്റെ ഈ പ്രമോഷന്റെ ഭാഗമായിട്ടൊക്കെ വലിയ തുക നഷ്ടപ്പെടുകയും ചെയ്തു. ഇനി പേര് മാറ്റുക എന്ന് പറയുന്നത് വലിയ അതിലിരട്ടിയായിട്ടുള്ള സാമ്പത്തിക നഷ്ടമുണ്ടാകും. 3 ഭാഷകളിലായിട്ടാണ് ചിത്രം ഇറങ്ങുന്നത്. അതിൽ 96 ഇടങ്ങളിലാണ് ജാനകി എന്ന പേര് പറയുന്നത്. അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്തുകൊണ്ട് മറ്റൊരു പേര് ചേർത്ത് ഡബ്ബിംഗ് അടക്കം വീണ്ടും നടത്തിക്കൊണ്ട് സിനിമ ഇറക്കുക എന്ന് പറയുന്നത് ഇരട്ടി പണിയാണ്. അത് പ്രത്യേകിച്ച് സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി, അദ്ദേഹത്തിന്റെ സമയം, അദ്ദേഹത്തിന്റെ ഡേറ്റ് കിട്ടാൻ തന്നെ വലിയ പാടാണെന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകർ പറയുകയും ചെയ്യുന്നത്. ഒരു സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഇത് അനുവദിക്കാൻ പാടില്ല. നേരത്തെ നിർദ്ദേശം നൽകിയതാണ് സെൻസർ ബോർഡിനോട് ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന്. ഇന്ന് ഈ ഹർജി പരിഗണിച്ചപ്പോൾ കോടതിക്ക് മുൻപാകെ സെൻസർ ബോർഡ് ഇതിന്റെ പ്രദർശനാനുമതി വിലക്കിയതുമായി ബന്ധപ്പെട്ട്, നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് നൽകിയ വിശദീകരണം എന്താണ്? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഹൈന്ദവ ദൈവത്തിന്റെ പേരാണ്, അല്ലെങ്കിൽ ഒരു മത അടിസ്ഥാനത്തിലുള്ള ഒരു ദൈവത്തിന്റെ പേരാണെന്നാണ് സെൻസർ ബോർഡ് നൽകിയ വിശദീകരണം. ഒപ്പം ഈ സിനിമയിൽ തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമമൊക്കെ നടക്കുന്നുണ്ട്. അതായത് ജാനകി എന്ന് പറയുന്നത് ഈ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേരാണ്. ആ കഥാപാത്രം ഒരു വിക്റ്റിമായിട്ടാണ്, ഒരു പീഡനത്തിന് ഇരയായ പെൺകുട്ടിയാണ്. പിന്നീട് അവൾ നടത്തുന്ന നിയമ പോരാട്ടമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. അങ്ങനെ അത്തരത്തിലൊരു അതിക്രമം അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ പേരായിട്ട് ജാനകി എന്നത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാണ് സെൻസർ ബോർഡ് നൽകുന്ന വിശദീകരണം. ഇന്നലെ കണ്ട റിവൈസിംഗ് കമ്മിറ്റി അടക്കം നൽകുന്ന വിശദീകരണം അത്തരത്തിലാണ്. അത് രേഖാമൂലം അറിയിക്കുവാനാണ് ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തിങ്കളാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. സെൻസർ ബോർഡ് ഈ കാരണം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു രേഖ അത് കോടതിയിൽ സമർപ്പിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും നവമി സൂചിപ്പിച്ചതുപോലെ ഇനി കോടതിയിൽ മാത്രമാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ. ഒരു വശത്ത് നവമി നിയമ പോരാട്ടം നടത്തുന്നുണ്ട്, അതോടൊപ്പം സിനിമാ സംഘടനകൾ ഒന്നടങ്കം സെൻസർ ബോർഡിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുന്നു. ഏത് രീതിയിലുള്ളൊരു പ്രതിഷേധ പരിപാടി? കാരണം ഇത് നേരത്തെ രഞ്ജി പണിക്കർ സൂചിപ്പിച്ചതുപോലെ ഇത് ജാനകി എന്നൊരു സിനിമയുടെ മാത്രം പ്രശ്നമല്ല. ഭാവിയിലും സിനിമകൾ ഇറങ്ങണം, ഇതുപോലുള്ള വിലക്കുകൾ, നിയന്ത്രണങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ ഒരു പ്രതിഷേധ പരിപാടിയെക്കുറിച്ചാണ് സിനിമാ സംഘടനകൾ ആലോചിക്കുന്നത്? സിനിമയുടെ അണിയറ പ്രവർത്തകർക്കപ്പുറം സിനിമാ താരങ്ങളും അമ്മ സംഘടനയും അടക്കം ഈ പ്രതിഷേധത്തിന് അണിനിരക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അമ്മ, ഫെഫ്ക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഒപ്പം ടെലിവിഷൻ അസോസിയേഷനിലെ സംഘടനകളിലെ അംഗങ്ങളെല്ലാം ചേർന്നുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തുള്ള സെൻസർ ബോർഡിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ബി ഉണ്ണികൃഷ്ണൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇത് കൃത്യമായി പറയുകയും ചെയ്തു. ഈ CBFCയുടെ മാനദണ്ഡം അത് കൃത്യമായി തന്നെ പറയണം. എങ്ങനെ സിനിമ എടുക്കണം, എന്തൊക്കെ ഒഴിവാക്കണം, എന്തൊക്കെ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തണം എന്നീ കാര്യങ്ങൾ കൃത്യമായി പറയണം. അല്ലാതെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ സിനിമ ഇറങ്ങാൻ ദിവസങ്ങൾ മാത്രമോ മണിക്കൂറുകൾ മാത്രമോ മുൻപുള്ളപ്പോൾ ഈ സിനിമയ്ക്ക് അനുമതി നിഷേധിക്കുകയും അത് സിനിമാ സംവിധായകരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സിനിമയുടെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക നഷ്ടവും മാനസിക സമ്മർദ്ദവും ഒക്കെ വരുത്തുന്ന തരത്തിലേക്ക് ഒരിക്കലും ഒരു സെൻസർ ബോർഡ് മുന്നോട്ട് പോകാൻ കഴിയില്ല, അങ്ങനെ പ്രവർത്തിക്കുവാൻ കഴിയില്ല എന്ന് തന്നെയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ നൽകുന്ന വിശദീകരണവും. വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പ്രദർശനാനുമതി നിഷേധിച്ച സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് സിനിമാ സംഘടനകൾ. അതോടൊപ്പം നിയമ പോരാട്ടം നടത്തുന്നുണ്ട്. ഇനി കോടതിയിലാണ് പ്രതീക്ഷ. എന്തുകൊണ്ടാണ് പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. ആ പേര് സ്വാഭാവികമായും പലയിടങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഇതിനു മുൻപ് സിനിമകളിൽ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ തുടങ്ങിയ ചോദ്യങ്ങൾ കോടതി ഉന്നയിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഇനി കേസിൽ കോടതി വിശദമായ വാദം കേൾക്കുന്നുണ്ട്.